വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മളൊരു അടുത്ത പ്രൊജക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. താർ നമുക്കിതിന് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ഫ്യൂവലിൻ്റെ വീലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫ്യൂവലിൻ്റെ വീലിൽ നമ്മൾ 18 ഇഞ്ച് വീൽ 9J ആണ് കൊടുത്തിരിക്കുന്നത്. PCD വരുന്നത് 5x114.3 ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ സ്പേസറോ കാര്യങ്ങളോ മറ്റൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ ബോഡി അത്യാവശ്യം പുറത്ത് വരുന്ന രീതിയിൽ, അതായത് ഒരുപാട് അങ്ങ് ഓവറായിട്ട് ചാടുന്ന ടൈപ്പ് അല്ല, പല ടൈപ്പ് ഓഫ് വീൽസ് വരുന്നുണ്ടെങ്കിലും നമുക്ക് ഈ വരുന്ന ഒരു സെഗ്മെൻറ്റ്, ഇത് ഈ റോട്ടിഫോം ഡിസൈൻ വരുന്ന ഒരു ഡിസൈൻ അത്യാവശ്യം നല്ല രീതിയിൽ താറിന് ആപ്റ്റോഡാണ്. 2020 നമുക്ക് ഈ പറയുന്നത് താർ എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മുടെ ഈ ഒരു 3 ഡോർ താർ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം മാർക്കറ്റിൽ അത്യാവശ്യം നല്ല പോലെ കത്തിക്കേറിയ ഒരു മോഡലാണ് ശരിക്കും ഇത്. ഇത് ഓൾഡ് ആണെങ്കിലും ഈ പറയുന്നതിനോട് കാണാൻ ഇന്നും ഇതിൻ്റെ ഭംഗി മറ്റൊന്നുമില്ല ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ 9J ഈറ്റി അതിനെയും പുറത്തു വരാത്ത രീതിയിൽ നമ്മുടെ ആ വണ്ടിയുടെ എക്സാക്റ്റ് ആ ഒരു ബോഡി, ആ ഒരു സ്ക്വയർ ഷേപ്പ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീല് ശരിക്കും തന്നെ മാനുഫാക്ചർ ചെയ്ത് വന്നിരിക്കുന്നത്. രണ്ടാമത് ഈ വീലിൻ്റെ ഭംഗി, ശരിക്കും ഈ വീല് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഓടുന്ന സമയത്ത് ഇതിൻ്റെ റൊട്ടേഷൻ ലഭിക്കുക തിരിച്ചാണ് ഇത് കറങ്ങി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ കാണാൻ അത്യാവശ്യം നല്ല രീതി ഭംഗി. ഇതിന് നമ്മൾ റാപ്പ് ചെയ്തിരിക്കുന്നത് 265/60R18 എന്ന് പറഞ്ഞൊരു ബ്രാവോ 80 ഇട്ടിട്ടാണ് നമ്മൾ റാപ്പ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമ്മൾ ഉപയോഗിച്ച ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ മാക്സിസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ടെറൈനിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടയർ സീരീസ് തന്നെയാണ്. അത്യാവശ്യം സൈഡ് പ്രൊഫൈലും ഉണ്ടായതുകൊണ്ട് ഏത് രീതിയിലും നമുക്ക് യൂസ് ഏത് രീതിയിലും മൾട്ടിപ്പിൾ യൂസ് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഓഫ് റോഡ് ചെയ്യണമെങ്കിൽ ഓഫ് റോഡ് ചെയ്യാം. കട്ട ഓഫ് റോഡിൻ്റെ കാര്യത്തെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്, നോർമൽ ഓഫ് റോഡ് ചെയ്യാം, അത്യാവശ്യം ചെളിയിൽ കൂടെ ഓടിക്കാം, അത് ടെറൈനിൽ ഓടിക്കാം, ബ്രേക്കിങ്ങിൻ്റെ മറ്റ് ഇഷ്യൂവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഈ പറയുന്നതിൻ്റെ കൂട്ട് ത്രെഡ് ആണെങ്കിൽ നോയ്സ് അധികം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത്യാവശ്യം മാർക്കറ്റിൽ ഒരുവിധം എല്ലാ ബ്രാൻഡുകളും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും മാക്സിസ് വരുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു നോർമൽ മാൻ ആ ക്യാഷ് കൊടുക്കുന്നതിൻ്റെ അതൊരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ശരിക്കും ഈ വണ്ടിയുടെ ഭംഗി, ഒരു ബ്ലാക്ക് വണ്ടി ശരിക്കും ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ളവർ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സാധാരണക്കാരുടെ മാഫിയ വണ്ടിയാണ് ശരിക്കും താറെന്ന് പറഞ്ഞാൽ. ആഗ്രഹമൊക്കെ ഉള്ളൊരു വണ്ടി. അതിൽ നമുക്ക് ഈ ഒരു താറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ശരിക്കും വീല് ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ശരിക്കും പറഞ്ഞാൽ മെൻഷൻ ചെയ്യുക. അതിനകത്ത് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മളോട് പറയുക. ഇനി അതിന് പല ടൈപ്സ് ഓഫ് സാധനം വരുന്നുണ്ട് നമ്മുടെ മാർക്കറ്റിൽ, ഈറ്റി കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ളത്. ഓരോരുത്തരുടെ താല്പര്യമാണ് എത്ര പുറത്തോട്ട് വരുമ്പോൾ തന്നെ ഇതിനകത്ത് ശരിക്കും ഈ പറയുന്നതിന് ഓടിക്കുന്നതിന് മറ്റ് പ്രശ്നങ്ങൾ വരും. ചിലർ ഈ പറയുന്ന സ്പേസേഴ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് സ്പേസേഴ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നല്ല സാധനം ഇടാൻ ശ്രമിക്കുക. മാക്സിമം വണ്ടിയുടെ ഔട്ട്പുട്ട്, വണ്ടി ഓടിക്കാനുള്ള ഒരു മൂഡ് കളയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നല്ല സാധനം മാത്രം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓടിക്കാനും നമുക്ക് ഇഷ്ടപ്പെടും. ഡെയിലി യൂസേഴ്സൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ രസമായിരിക്കും ഇത് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്. എനിവേ 3 ഡോർ താർ എടുത്ത എല്ലാവർക്കും ഈ ഒരു വീഡിയോ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ സൈനിങ് ഓഫ് ചെയ്യുന്നു. എനിവേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. സൈനിങ് ഓഫ്. ലെറ്റ്സ് ഗെറ്റ് ഇറ്റ്.